അച്ഛേട്ടൻ മാത്ര അരുൺ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെ. പുള്ളിക്ക് ഒരു കുറവുമില്ല. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. നമ്മുടെ ദേവുവിന് ചേർന്ന ചെറുക്കൻ തന്നെയാണവൻ. അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. രേവതി, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കും വേണ്ട, ആർക്കും വേണ്ട. ഞാൻ എന്റെ അനിയത്തിയുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നേ. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? കഷ്ടം തന്നെ. നാളെ എന്റെ പിറന്നാളാ. ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. എല്ലാരും മറന്നു. ആര് മറന്നാലും രവിയേട്ടൻ മറക്കേണ്ടതല്ലോ. രവിയേട്ടനൊന്നും പറഞ്ഞില്ല. ഇനി ഓർമ്മയുണ്ടായിട്ടും പറയാതിരിക്കുന്നതായിരിക്കോ? ചിലപ്പോ അങ്ങനെയായിരിക്കും. ഒന്ന് പരീക്ഷിച്ചു നോക്കാം. രവിയേട്ടാ, നാളെ എന്താ പരിപാടി? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എവിടെ പോകാനായിട്ട്? നാളെ ഒന്ന് അശോകന്റെ വീട്ടിൽ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിയൻ ഓഫീസ് വരെ പോകണം. കുറെ നാളായി കൂട്ടുകാരെ കണ്ടിട്ടേ. ഡാ, നിനക്കെന്താ പരിപാടി നാളെ? ഷോറൂമിൽ പോകുന്നുണ്ടോ? പിന്നെ പോണ്ടേ? പോയില്ലെങ്കിൽ അച്ഛൻ ചെവിക്ക് പിടിക്കത്തില്ലേ? നാളെ തീയതി എത്രയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതൊക്കെ അറിയാം. നീ എന്താ ചോദിച്ചേ? അല്ല, നാളത്തെ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതറിയോ? പ്രത്യേകത? ഓ, നാളെയാണല്ലോ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ദിവസം. അതെന്തായാലും നീ ഓർമ്മിച്ച നന്നായി. ഞാൻ മറന്നിരിക്കുന്നു. ഓ, അതൊന്നും അല്ല, വേറെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും ശരിക്കും ആലോചിച്ച് നോക്കിയേ. അയ്യോ, എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നാളെയാണ് ശ്രുതി പാർലർ തുടങ്ങിയത്. ഓ, അവന്റെ ഒരു ശ്രുതി അല്ലേ? അതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടല്ലേ? എന്നാ മറക്കാൻ പാടില്ലാത്ത മറക്കുകയും ചെയ്തു. അപ്പോ ഇതുമല്ലേ? വേറെ എന്താ? അമ്മ എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല. അമ്മ എന്നെ പറഞ്ഞു എന്താ നാളെ ദിവസത്തെ പ്രത്യേകത? ഓർത്ത് വയ്ക്കേണ്ട ചില തീയതികളുണ്ട്, അത് മറക്കരുത്. ആ, അമ്മ ഈ പറഞ്ഞത് വളരെ ശരിയാ. അച്ഛാ, ദേ, അമ്മ പറഞ്ഞതുപോലെ ചില തീയതികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് അച്ഛാ. ഉദാഹരണത്തിന് EMI അടയ്ക്കേണ്ട തീയതി. ആ ഡേറ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ദേമേ, നമ്മള് ഈ കടം വാങ്ങിച്ചിട്ട് കാശ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ തീയതി, ആ ഡേറ്റിന് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ കടം തന്നവര് വന്ന് നമ്മുടെ കോളറിനെ പിടിക്കും. നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ നാണം കെടും. ഇതെല്ലാം ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ. ആ, പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ആ ഡേറ്റ് ആരും മറക്കാൻ പാടില്ല. അത് ആഘോഷിക്കേണ്ട ദിവസാ. ആ, ചന്ദ്ര വിട്ടുപോയി. നീ പറ, എന്താ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇനി ശ്രുതിയുടെ പിറന്നാളാണോ? അവളുടെ പിറന്നാള് 28-നാണല്ലോ. ഓ, അതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട്. അല്ലമ്മേ, അത് പിന്നെ മറക്കാൻ പറ്റുമോ അമ്മേ? എന്തൊക്കെയായാലും ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ. ആ, ചന്ദ്രേ, നീ പറ, എന്താണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഓ, പ്രത്യേകത ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി. ഓ, അല്ലമ്മേ, ഈ അമ്മയുടെ ഒരു കാര്യം, വെറുതെ ഓരോന്ന് പറഞ്ഞ സമയം കളയുക. 100 കൂട്ടം ജോലി കിടക്കുക. അതിനിടയ്ക്കാണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത.
സുമേഷ്. ആ ഇനിയിപ്പോ നോക്കണം വേറെ ട്രിപ്പ് പോലും വരുമെന്ന്. ശരി ഞാൻ വിളിക്കാം. ചേട്ടാ അതെ രണ്ടുപേരും ഒന്നിങ്ങോട്ട് വന്നേ. എന്താടാ? അതെ വർഷേ അവിടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പപ്പായ ജ്യൂസാണോ? അല്ല ഓറഞ്ച് ജ്യൂസാ. അതൊന്നും കുഴപ്പമില്ലടാ, ഓറഞ്ച് ജ്യൂസ് കുടിക്കട്ടെ, നല്ലതാ. ഈ ഓറഞ്ച് ജ്യൂസിലെ കളയാനുള്ള എന്തെങ്കിലും മെഡിസിൻ ചേർക്കുന്ന എന്റെ സംശയം. ഏയ് അങ്ങനൊക്കെ ചെയ്യൂ? സച്ചിയുടെ അവളുടെ മനസ്സൊന്നും മാറിയിട്ടില്ല, അങ്ങനെ ചെയ്യാനും സാധ്യതയുണ്ട്. അവൾ ആ ജ്യൂസ് കുടിക്കരുത്. ഞാൻ കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ അവളത് കേൾക്കില്ല. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. നിങ്ങളൊന്ന് ചെന്ന് പറ. അങ്ങനെ പെട്ടെന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ കാരണം അവള് ചോദിക്കില്ലേ? ഇതെങ്ങനെ പറയാൻ പറ്റൂ? ഇതങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അത് മതി അവക്ക്. അവളെ സംശയിക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ അത് വെച്ച് തുടങ്ങും. രേവതി എന്താ ചെയ്യ? ഒരു ഐഡിയ ഉണ്ട്, ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. നിങ്ങൾ വന്നേ, വാ. ഞാൻ വരാടാ. അയ്യോ വർഷേ, 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 വർഷേ. കുടിക്കല്ലേ കുടിക്കല്ലേ. അതെന്താ എന്തു ചേച്ചി? നീ ജ്യൂസ് ഉണ്ടാക്കിയ ഓറഞ്ചേ എത്ര ദിവസം മുന്നേ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചതാന്നറിയോ? അതിന് ഇത് കേടായിട്ടൊന്നും ഇല്ലല്ലോ. കേടായിട്ടില്ലെങ്കിലും അത് പഴകിയതാ. അതൊക്കെ പോട്ടെ, ജ്യൂസ് ഉണ്ടാക്കി വെള്ളം നീ തിളപ്പിച്ചാറ്റിയതാണോ? അല്ല, പച്ചവെള്ളം. എന്റെ വർഷേ, നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരല്ലേ, അത് ഓർക്കണ്ടേ? തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. എന്ത് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. നീ ഈ ജ്യൂസ് കുടിക്കണ്ട. എന്റെ ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ? ഇത് കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇതേ നല്ല ഫ്രഷ് ജ്യൂസാ. ഓഹ്, ഇത് ഫ്രഷ് ജ്യൂസ് ഒന്നും അല്ല. നീ ഇത് കുടിക്കണ്ട. ഞാനേ നിനക്ക് വേറെ ABC ജ്യൂസ് ഉണ്ടാക്കി തരാം. ചേച്ചി ചേച്ചി എന്തീ കാണിക്കുന്നേ ചേച്ചി? എടാ ശ്രീകാന്ത്, നീ ഇവളെയും കൂട്ടി മുറിയിലേക്ക് പോയെ. ഞാനേ വേറെ ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് വരാം. എന്തായി കാണിച്ചേ? ഇങ്ങോട്ട് വന്നേ. എന്റെ ഭാര്യയുടെ ഒരു ബുദ്ധിയേ. അപ്പോ ഞാൻ നിങ്ങളോട് പറയാതെ വീട്ടിൽ പോയതിന്റെ പരിഭവമൊക്കെ മാറി അല്ലേ? അതൊരു 1-2 മണിക്കൂറല്ലേ, മാക്സിമം പോയ ഒരു ദിവസം. അതിൽ കൂടുതല് ഭാര്യയും ഭർത്താവും പണങ്ങിയിരിക്കാൻ പാടില്ലെന്നാ പറയാറ്. ആ പിണങ്ങിയാലേ അതിന്റെ വിഷമത്തിൽ ഭർത്താവ് ചെന്ന് കള്ളു കുടിക്കരുതെന്നും പറയുന്നുണ്ട്. അതൊക്കെ പോട്ട്. ഇവിടെ അങ്ങോട്ട് അടുക്കളയല്ലേ നിൽക്കുന്നതിന് ബോധം പോലും ഇല്ല. ഞാൻ ജ്യൂസ് ഉണ്ടാക്കട്ടെ. ചെല്ല് സച്ചേട്ടാ, ചെല്ലാൻ. എന്നാലും ഒരാള് പോലും എന്റെ പിറന്നാൾ ഇന്നാണെന്ന് ഓർത്തില്ലല്ലോ. അമ്മേ എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ? എന്ത് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എടി രേവതി, ചായ കൊണ്ടുവാ. എത്ര നേരമായി അടുക്കളയിൽ നീ എന്തെടുക്ക? സ്വപ്നം കാണുവാണോ? പറഞ്ഞിട്ടെന്ത് കാര്യം? രേവതി ഇവിടെ ഇല്ല. ഇല്ലേ? ഓ, രാവിലെ തന്നെ ചുറ്റി കറങ്ങാൻ പോയിരിക്ക. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പോലെയാ അവളുടെ നടപ്പ്. തോന്നുമ്പോ പോവും, തോന്നുമ്പോ വരും. ഞാൻ വല്ലതും പറഞ്ഞ അവളുടെ കെട്ടിയോനും പുന്നാര അച്ഛനും അതിൽ പിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വരും. അതെ 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 അതെ, അമ്മ ഈ പറഞ്ഞത് 100% കറക്റ്റാ. എന്ത് കറക്റ്റ്? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ലമ്മേ, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നു? അതെ, രേവതി കറങ്ങാൻ പോയതൊന്നുമല്ല, സച്ചിയുടെ കൂടെ എവിടെ പോയതാ. ഓ,
അപ്പൊ രണ്ടുപേരും ആരോടും പറയാതെ ടൂറിന് പോയതായിരിക്കും. അതൊന്നും എനിക്കറിയാൻ പാടില്ല. എവിടെയാണ് പോയെന്ന് ഞാൻ ചോദിച്ചില്ല, അവരോട്ട് പറഞ്ഞില്ല. ഒരു ചായ പോലും ഇട്ടുതരാൻ ഇവിടെ ആരുമില്ല. അവളിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. രണ്ടുപേരും കൂടെ ഊര് ചുറ്റിയിട്ട് വരുന്നുണ്ട്. അമ്മേ, രാവിലെ തന്നെ എവിടെ കറങ്ങാൻ പോയതാടി? ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ നിന്റെ വീട്ടിൽ നാളെ വരുമോ? കണ്ടാ മനസ്സിലാവൂലേ ചന്ദ്രേ, അവർ ക്ഷേത്രത്തിൽ പോയാന്ന്. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. ഇന്നായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ. ഇന്ന് എന്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? അമ്മയുടെ ജന്മദിനം ഞങ്ങൾ അങ്ങനെ മറക്കൂ? ഞങ്ങളുടെ ഉള്ളില് കുറിച്ചിട്ട ദിവസമല്ലേ അത്. എന്ത് മറന്നാലും ഈ ദിവസം ഞങ്ങൾ മറക്കില്ലല്ലോ. അമ്മ എന്താ ഇന്ന് ക്ഷേത്രത്തിൽ പോവാതിരുന്നേ? ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയുടെ പേരിൽ അർച്ചനയും കഴിച്ചു. ദാ പ്രസാദം. ഇവർക്കൊന്നും ഇന്നെന്റെ പിറന്നാളാണെന്ന് കൂടി ഓർമ്മയില്ലായിരുന്നു. എല്ലാരും മറന്നുവെന്നാ ഞാൻ കരുതിയത്. എനിക്ക് ഒത്തിരി വിഷമായി. പക്ഷെ നിങ്ങൾ ഓർത്തല്ലോ, എനിക്ക് സന്തോഷായി. അമ്മേ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അമ്മ ചോദിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനാണെങ്കിൽ ഈ ബിസിനസ് ഡീൽസിന്റെ ഒക്കെ ഇടയിൽ അതങ്ങ് മറന്നുപോയി അമ്മേ. സോറി അമ്മേ, സോറി. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. നിന്നെ ചതിച്ച ആ കള്ളിയുടെ പിറന്നാൾ നീ മറന്നില്ലല്ലോ. അല്ല, അത് പെറ്റമ്മയുടെ നീ മറന്നേ അല്ലേ? അല്ല, ഞാനത് നിന്നെയൊക്കെ തലയിലേറ്റി നടന്ന എന്നെ പറഞ്ഞാ മതി. രവേട്ടാ, ഇവൻ മറന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷെ നിങ്ങൾ മറന്നു. എന്താ പറ്റിയ രവേട്ടന്? ചന്ദ്ര രവേട്ടന്റെ മനസ്സിൽ നിന്ന് പോയോ? എന്റെ മനസ്സിൽ നിന്ന് നീ പോയാല് ഈ രവി മരിച്ചു എന്ന് അതിന്റെ അർത്ഥം. നീ ഇല്ലെങ്കിൽ ഞാനുണ്ടോ ചന്ദ്രേ? നീ ഇല്ലെങ്കിൽ ഞാനുണ്ടോ ചന്ദ്രേ? പിന്നെ നിന്റെ പിറന്നാളാണെന്ന് ഞാൻ മറന്നിട്ടൊന്നുമില്ല. മറന്നതായിട്ട് നിന്റെ മുന്നിൽ അഭിനയിച്ചതാ. ഇവരമ്പലത്തിൽ പോയി എന്നോട് പറഞ്ഞിട്ടാ. ഞങ്ങള് 3 പേരും ചേർന്നൊന്ന് ഒത്തുകളിച്ചതാ, ഒരു സർപ്രൈസ് തരാനായിട്ട്. ദേ, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇനിയാണ് ശരിക്കും സർപ്രൈസ് തരാൻ പോകുന്നത്. ഇതാ ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേടാ? അതെ, അമ്മയുടെ ബർത്ത്ഡേ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാ അല്ലേ രവതി? പിന്നല്ലാതെ.
ഗംഭീരാക്കണം. വാ. അമ്മേ കുറച്ച് പണിയുണ്ട്, ഞാനങ്ങ് മുകളിലോട്ട് ചെല്ലട്ടെ. എങ്ങോട്ടെങ്കിലും പോകും. ശരി അമ്മേ. സച്ചിൻ രേവതി എന്റെ ജീവനാ. അവരെനിക്ക് അത്രമാത്രം ഇഷ്ട. അതിനുള്ള കാരണം എന്താണെന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണില്ലേ? നിന്റെ ഈ മുഖത്തെ ചിരി എന്നും മായാതിരിക്കട്ടെ ചന്ദ്രേ. അതാ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നിന്റെ പിറന്നാളിന് ഞാൻ വലിയ സമ്മാനങ്ങളൊന്നും വാങ്ങി തന്നിട്ടില്ല. പക്ഷേ ഉറപ്പുള്ളൊരു വാക്ക് ഞാൻ തരാറുണ്ട്. ജീവിതാവസാനം വരെ കൈവിടാതെ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ള വാക്ക്. ആ വാക്ക് ഞാൻ ഇന്നും തരുക. ജന്മദിനാശംസകൾ ചന്ദ്രേ. എന്താ ഇത്? കരയല്ലേ? ഇത് വല്ലാത്ത ശല്യമായല്ലോ. ഞാൻ ഫോൺ നോക്കുന്നുണ്ട്. ശ്രീകാന്തിന് എന്താ? അത് എനിക്കൊരു കാര്യം പറയാണ്ട്, അത് കഴിഞ്ഞ് നോക്കും. എന്താ? അതെ, ഇന്ന് അമ്മയുടെ പിറന്നാളാ. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. എന്താ വാങ്ങിക്ക? ഞാൻ എന്തു പറയാനാ? ശ്രീകാന്തിന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്ക്. എന്നാലും നിന്റെ ഒരു ഐഡിയ പറ. അപ്പൊ നിനക്ക് അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയൊക്കെ ഉണ്ട്. അതെയാ മറക്കോ സച്ചേട്ടാ? എന്നാ ഇവിടെ മറന്നൊരാളുണ്ട്. സുധിയേട്ടായിരിക്കും. കറക്റ്റ്, അവൻ തന്നെ. വേറെ ആരും. സുധിയേട്ടന്റെ കാര്യങ്ങളല്ലേ സുധിയേട്ട ഓർക്കത്തുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. അതെ, അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്ക് ഗംഭീരാക്കണം. അല്ല, നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ? അതൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചു. അല്ല, നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ? അതൊക്കെ നേരത്തെ വാങ്ങിച്ചു വെച്ചു. എന്താ വാങ്ങിയേ? അതൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പൊ പറയില്ല. അല്ല, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുമുണ്ട്. പിന്നെ കേക്കിന് ഓർഡർ ചെയ്യണ്ടേ? ആദ്യം ചെയ്യും. അതൊക്കെ ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യും. എങ്കിലേ ഫുഡ് ഞങ്ങളുടെ വക ആവട്ടെ. ശ്രീകാന്തെ, ഫുഡ് ഓർഡർ ചെയ്യണേ. പിന്നെ ആ പ്രിയയുടെ റെസ്റ്റോറന്റിലെ ഫുഡ് വേണ്ട, വേറെ എവിടെന്നെങ്കിലും വിളിച്ച് ഓർഡർ ചെയ്യും. അതിനെ കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഫുഡൊക്കെ ഞങ്ങൾ എപ്പോഴേ ഓർഡർ ചെയ്തു. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. നിങ്ങൾ വന്നാ മാത്രം മതി. അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊന്നും ചെയ്യണ്ടേ? എല്ലാം ഞങ്ങളുടെ വക. അമ്മയുടെ പിറന്നാള് അമ്മ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നും ഓർക്കണം. അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യണം. അല്ല, അതിന് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യല്ലേ? അയ്യോ, അതൊന്നും സാരമില്ല. നിങ്ങൾ കൂടെ അങ്ങ് നിന്നാ മതി. അതെ, ഞാനും അമ്മയുടെ മോനാ, അത് മറക്കണ്ട. നിങ്ങളാണ് അമ്മയുടെ മക്കള്. അതായത് നീയും സുധിയും. എന്നെ അമ്മ ഇതുവരെ എണ്ണത്തിൽ പോലും കൂട്ടിയിട്ടില്ലല്ലോ. എന്നെ ഒരു മകനായിട്ട് കാണുന്നുമില്ല. അവർക്ക് ഞാൻ മകനല്ലെങ്കിലും എനിക്ക് അവരമ്മ തന്നെയാ. നിങ്ങൾ കാണാറില്ലേ, അമ്മ എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല. എന്റെ അടുത്തേക്ക് വരാറില്ല. ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളെപ്പോലെ അമ്മയെ ചേർത്ത് പിടിച്ചും അമ്മയുടെ മടി കിടന്നുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അമ്മ എന്നെ അടുപ്പിക്കില്ലല്ലോ. എനിക്കിങ്ങനെയൊക്കെ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ടാ നിങ്ങൾക്കൊന്നും വിട്ടു തരാതെ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നേ. നിങ്ങളുടെ ഈ സ്നേഹമൊന്നും ആന്റി തിരിച്ചറിയുന്നില്ലല്ലോ. ആന്റി സച്ചേട്ടനെ വഴക്ക് പറയാത്ത ദിവസമുണ്ടോ? സച്ചേട്ടനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ആന്റിക്ക് ഉറങ്ങാൻ പറ്റില്ല.
പറഞ്ഞോട്ടെ. ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല. അല്ലേ രേവതി? സച്ചേട്ടാ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? ദേ സമയം പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി എന്തൊക്കെ പരിപാടികളാ കിടക്കുന്നേ? ഫംഗ്ഷന് മുന്നേ അതൊക്കെ തീർക്കണ്ടേ? വാ. അമ്മ ഇതുവരെ എണ്ണത്തെ പോലും കൂട്ടിയിട്ടില്ലല്ലോ. എന്നെ ഒരു മകനായിട്ട് കാണുന്നുമില്ല. അവർക്ക് ഞാൻ മകനല്ലെങ്കിലും എനിക്ക് അവരമ്മ തന്നെയാ. സ്വർണം, പണം ഇവ രണ്ടും കണ്ടാൽ ആന്റിയുടെ കണ്ണ് മഞ്ഞളിക്കും, മനസ്സ് മാറുകയും ചെയ്യും. നീ എന്താടി ഇവിടെ?